റൈസായ മന്തി എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും 3/4 ടേബിൾ സ്പൂൺ നല്ല ജീരകവും 5 ഗ്രാമ്പുവും 4 ഏലക്കായും 2 ബേ ലീഫും 2 കഷ്ണം പട്ടയും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും 1 പിഞ്ച് സാഫ്രണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് മല്ലിയെല്ലാം കളറൊന്നും മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായി ചൂടായതിനു ശേഷം നമുക്കിത് തണുക്കാനായി മാറ്റി വെക്കാം. ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ഒരു ജാർ എടുത്ത് ഇത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഈ ചിക്കനിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് മസാല ഇതിലേക്ക് നന്നായി പിടിക്കാനും പെട്ടെന്ന് കുക്കായി കിട്ടാനും വേണ്ടിയാണ് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു ബൗൾ എടുത്ത് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മന്തി മസാലയുടെ 1/4 ഭാഗവും ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മാഗിയുടെ ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് നന്നായി ഈ മസാല കൂട്ട് നന്നായി കുഴച്ചെടുക്കുക. നിങ്ങൾക്ക് ബട്ടറിന് പകരം വേണമെങ്കിൽ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് ആ മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായി പിടിക്കുന്ന വിധത്തിൽ നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക. ഈ മസാല പുരട്ടിയതിന് ശേഷം ചിക്കൻ ഒരു 2 മണിക്കൂർ സമയമെങ്കിലും റെസ്റ്റ് ചെയ്യാനായി വേണ്ടി മാറ്റി വെക്കണം. എങ്കിലേ ഉള്ളൂ ആ മസാലയെല്ലാം നന്നായി ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് അരി എടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സെല്ല ബസുമതി റൈസാണ്. ഈ ഗ്ലാസ്സിന് 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് കുതിർത്താനായി വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഇനി ഒരു പാത്രമെടുത്ത് അതിൻ്റെ മുകളിലേക്ക് സ്റ്റീമർ വെച്ചതിന് ശേഷം ആ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. വെള്ളം എടുക്കുമ്പോൾ കുറച്ച് അധികം വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ചോറ് വെക്കാനും ഈ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കനിലുള്ള മസാലയെല്ലാം ഇറങ്ങുന്ന ആ വെള്ളത്തിലാണ് നമ്മൾ ചോറ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ 2 തട്ടുള്ള സ്റ്റീമർ ഉപയോഗിച്ചത് കൊണ്ട് 2 തട്ടിലും ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തതിന് ശേഷം ഒരു 8 മിനിറ്റ് സമയം ഇത് ഒന്ന് അടച്ച് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം മൂടി തുറന്നതിന് ശേഷം ഒരു സ്പാറ്റുല ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കുക. ചിക്കൻ കഷ്ണങ്ങളെല്ലാം മറച്ചിട്ടതിന് ശേഷം ഒന്നുകൂടെ ഇതൊന്ന് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് സമയം കൂടി കുക്ക് ചെയ്തെടുക്കുക. ഇതിൻ്റെ വെള്ളം നമ്മൾ മാറ്റി വെക്കുക. നമ്മൾ ചോറുണ്ടാക്കാൻ ഈ വെള്ളമാണ് ഉപയോഗിക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ ഇതിൽ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് നിറം മാറുന്ന വിധത്തിൽ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ 2-3 ട്രിപ്പായിട്ട് ചിക്കൻ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് സാദാ ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 3 ഗ്രാമ്പുവും 3 പട്ടയും 3 ഏലക്കായും
കുരുമുളകും 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. ആ സവാള ഒന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടി ഒരു 2 മിനിറ്റ് സമയം ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാളയെല്ലാം ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് മുഴുവനായും, ഒരു പകുതി കഷ്ണം ക്യാരറ്റ് സ്ലൈസ് ചെയ്തെടുത്തതും, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നായി ഒന്ന് വഴറ്റുക. ഇതിലേക്ക് 1/4 കപ്പ് ഗോൾഡൻ റേസിൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ബാക്കിയുള്ള മന്തി മസാല ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ വേവിച്ച വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ 4 കപ്പ് അരിക്ക് 8 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മസാലയെല്ലാം നന്നായി പിടിക്കുന്നതിന് വേണ്ടി അരി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇവിടെ ഞാൻ സെല്ല ബസ്മതി റൈസ് ആയതുകൊണ്ടാണ് 1 കപ്പിന് 2 കപ്പ് എന്ന അളവിൽ വെള്ളം എടുത്തിരിക്കുന്നത്. നിങ്ങളടുത്ത് സാധാരണ ബസ്മതി റൈസ് ആണെങ്കിൽ 1 കപ്പിന് 1.5 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. പിന്നെ മന്തി ഉണ്ടാക്കുമ്പോൾ കൂടുതലും സെല്ല ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്, ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഒരു ചാർക്കോൾ എടുത്തൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് കനലാക്കിയെടുക്കാം. ചോറൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ചെറുതായി ഒരു തവ ഉപയോഗിച്ച് ചെറുതായി ഒരു കുഴി ഉണ്ടാക്കി അതിനകത്തേക്ക് ഒരു സ്റ്റീലിൻ്റെ പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക. ഇതൊന്ന് പുകയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഈ ചാർക്കോൾ ചേർത്തതിന് ശേഷം അതിലേക്ക് 2 തുള്ളി ഓയിൽ ചേർത്തതിന് ശേഷം നന്നായി പുക വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഒരു അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് കവർ ചെയ്തെടുക്കുക. ഈ പുക പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കവർ ചെയ്തെടുക്കണം. അതിനുശേഷം മൂടി വെച്ച് നന്നായി ഒന്ന് റെഡിയായി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ആ പുകയാണ് ഏൽക്കുന്ന ചിക്കനും ചോറും കൂടി ആവുമ്പോൾ മന്തി യഥാർത്ഥ ടേസ്റ്റിൽ നമുക്ക് ലഭിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. തീരെ പുക പുറത്തേക്ക് പോകാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതൊരു നല്ല ടേസ്റ്റുള്ള മന്തിയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്